സിനിമകളിലും പേടിപ്പെടുത്തുന്ന പ്രേതകഥകളിലും മാത്രം കേട്ടിരുന്ന നരഭോജികളും പീഡകന്മാരും ശരിക്കും ഈ ലോകത്തുണ്ടെന്നറിയുമ്പോൾ വല്ലാത്തൊരു ഞെട്ടലാണ്. പിഞ്ചുകുഞ്ഞിനെ വരെ വെറുതെ വിടാത്ത കാപാലികന്മാർ. എപ്സ്റ്റീൻ ഫയലിനെക്കുറിച്ച് കേട്ടവർക്കും കണ്ടവർക്കും ഇതൊരു ട്രോമയായി, ഒരു പേടി സ്വപ്നമായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിനു വേണ്ടി മാത്രം നിലകൊണ്ടിരുന്ന ഒരു ഐലാൻഡ്. അധികാരവും പണവും ഉപയോഗിച്ച് നിയമവ്യവസ്ഥയെ എങ്ങനെയൊക്കെ മറികടക്കാമെന്നതിൻ്റെ ഭീകരമായ ഉദാഹരണമാണ് എപ്സ്റ്റീൻ കേസ്. ഈ ഫയലുകൾ പുറത്തുവിടുന്നതിലൂടെ ഇരകൾക്ക് നീതി ലഭിക്കുമെന്നും ഭാവിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയാൻ നിയമ സംവിധാനങ്ങൾ കൂടുതൽ കരുത്താർജിക്കുമെന്നും ലോകം പ്രതീക്ഷിക്കുന്നു എന്ന് പറയാൻ സാധിക്കുമോ? അങ്ങനെ ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ? ആരൊക്കെയാണ് കുറ്റവാളികൾ? നമ്മളെ ഭരിക്കുന്നവരും വിധി നിർണയിക്കുന്നവരും നീതി തേടി സമീപിക്കേണ്ടവരും നമുക്കറിയുന്ന നല്ല മനുഷ്യരെന്ന് പറയപ്പെട്ടിരുന്ന പ്രചോദനമാക്കിയിരുന്ന ചരിത്ര പുരുഷന്മാരും അങ്ങനെ നീണ്ടുകിടക്കുന്നു. ജെഫ്രി എപ്സ്റ്റീൻ എന്ന അമേരിക്കൻ ധനികൻ നിർമ്മിച്ചെടുത്തത് വെറുമൊരു സാമ്പത്തിക സാമ്രാജ്യമല്ല, മറിച്ച് ലൈംഗിക ചൂഷണത്തിൻ്റെയും ബ്ലാക്ക് മെയിലിങ്ങിൻ്റെയും അതിശക്തമായ ഒരു ശൃംഖലയായിരുന്നു. എപ്സ്റ്റീനും അദ്ദേഹത്തിൻ്റെ പങ്കാളി ഗിസ്ലെയ്ൻ മാക്സ്വെല്ലും ചേർന്ന് ദരിദ്ര കുടുംബങ്ങളിലെ പെൺകുട്ടികളെ ജോലി വാഗ്ദാനം ചെയ്തും പണം നൽകിയും വശീകരിച്ച് തങ്ങളുടെ തടവറയിൽ എത്തിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. US വെർജിൻ ഐലൻഡിലെ ലിറ്റിൽ സെൻറ്റ് ജെയിംസ് എന്ന സ്വകാര്യ ദ്വീപ് ഇതിൻ്റെ പ്രധാന കേന്ദ്രമായി മാറി. പുറം ലോകവുമായി ബന്ധമില്ലാത്ത ഈ ദ്വീപിൽ വെച്ച് ഇരകൾ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായി. ഈ കേസിനെ ലോകത്തെ മറ്റ് കുറ്റകൃത്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇതിൽ ഉൾപ്പെട്ട പ്രമുഖരുടെ സാന്നിധ്യമാണ്. ലോകത്തെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയക്കാർ, ബിസിനസ് പ്രമുഖർ, ശാസ്ത്രജ്ഞർ എന്നിവരുമായി എപ്സ്റ്റീൻ അടുത്ത ബന്ധം പുലർത്തി. ഇവർക്ക് തൻ്റെ ദ്വീപിലും വിമാനങ്ങളിലും സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുന്നതിലൂടെ അവരെ തൻ്റെ നിയന്ത്രണത്തിലാക്കാനും തൻ്റെ കുറ്റകൃത്യങ്ങൾ നിയമത്തിന് മുന്നിൽ വരാതിരിക്കാനും എപ്സ്റ്റീൻ ശ്രദ്ധിച്ചു. എപ്സ്റ്റീൻ കേസ് ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം നമ്മുടെ കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചാണ്. പണവും സ്വാധീനവുമുള്ള വ്യക്തികൾക്ക് നിയമത്തിന് മുകളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നു എന്നത് വലിയൊരു ഭീഷണിയാണ്. 2024 2026 പുറത്തു വന്ന രേഖകൾ യഥാർത്ഥത്തിൽ ഒരു ഹിറ്റ് ലിസ്റ്റ് അല്ല, മറിച്ച് കോടതി നടപടികളുടെ ഭാഗമായി പുറത്തുവിട്ട സാക്ഷിമൊഴികളും തെളിവുകളുമാണ്. എന്നാൽ വിർജീനിയ ഗിഫ്രെ പോലുള്ള ഇരകളുടെ പോരാട്ടം കാരണമാണ് ഈ രഹസ്യരേഖകൾ പൊതുജനങ്ങൾക്ക് മുന്നിലെത്തിയിട്ടുള്ളത്. എപ്സ്റ്റീൻ 2019 ജയിലിനുള്ളിൽ വെച്ച് മരിച്ചതിനെക്കുറിച്ച് ഇപ്പോഴും പല സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. പ്രമുഖ വ്യക്തികളുടെ രഹസ്യങ്ങൾ പുറത്താകുന്നത് തടയാൻ എപ്സ്റ്റീൻ കൊല്ലപ്പെട്ടതാണെന്ന സിദ്ധാന്തങ്ങൾ പോലും ഇപ്പോഴും സജീവമാണ്, അതായത് കോൺസ്പിറസി തിയറീസ്. എന്നാൽ ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം ഇത് ആത്മഹത്യയാണ്. ഫെബ്രുവരി ആദ്യവാരം US നീതിന്യായ വകുപ്പ് അഥവാ DOJ പുറത്തുവിട്ട 35 ലക്ഷത്തിലധികം പേജുകളുള്ള രേഖകളിൽ പല പ്രമുഖരുടെയും പേരുകൾ വീണ്ടും ചർച്ചയായി. ബിൽ ഗേറ്റ്സ് എപ്സ്റ്റീനുമായുള്ള ബന്ധം തൻ്റെ വിവാഹ ജീവിതം തകരാൻ കാരണമായെന്ന് മെലിൻഡ ഗേറ്റ്സ് അടുത്തിടെ വെളിപ്പെടുത്തി. പുതിയ ഫയലുകളിൽ ഗേറ്റ്സിനെതിരെയുള്ള ചില ഇമെയിൽ കൈമാറ്റങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഒരു മുൻ ബ്രിട്ടീഷ് മന്ത്രി എപ്സ്റ്റീനോട് വിവാഹാഭ്യർത്ഥന നടത്തുന്ന ചിത്രങ്ങളും രേഖകളും പുറത്തു വന്നത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് കാരണമായിട്ടുണ്ട്. എപ്സ്റ്റീൻ തൻ്റെ കുറ്റകൃത്യങ്ങൾ മറച്ചുവെച്ച് പലതവണ കാനഡ സന്ദർശിച്ചതായും 2018 അദ്ദേഹത്തിന് പ്രവേശനം നിഷേധിച്ചതായും പുതിയ ഫയലുകൾ വ്യക്തമാക്കുന്നു. ഫെബ്രുവരി 4 റിപ്പോർട്ടുകൾ പ്രകാരം പുറത്തുവിട്ട രേഖകളിൽ ഇരകളുടെയും സാക്ഷികളുടെയും പേരുകൾ അബദ്ധത്തിൽ വെളിപ്പെട്ടതിനെ തുടർന്ന് US സർക്കാർ വെബ്സൈറ്റിൽ നിന്ന് ആയിരക്കണക്കിന് പേജുകൾ താൽക്കാലികമായി നീക്കം ചെയ്തിട്ടുണ്ട്. ഇത് കൂടുതൽ കൃത്യതയോടെ വീണ്ടും പ്രസിദ്ധീകരിക്കും. 2026 പുറത്തു വന്നിട്ടുള്ള പുതിയ ഫയലുകൾ ഈ വിവാദത്തിന് പുതിയ മാനങ്ങൾ നൽകിയിട്ടുണ്ട്. മുമ്പ് മറച്ചുവെച്ചിരുന്ന പല പേരുകളും രേഖകളിലെ അപാകതകൾ കാരണം പുറത്തുവരികയും അത് ആഗോളതലത്തിൽ വലിയ ചർച്ചയാവുകയും ചെയ്തു.
സ്റ്റീഫൻ ഹോക്കിംഗ്, ബിൽ ഗേറ്റ്സ് തുടങ്ങിയവരുടെ പേരുകൾ ഈ ഫയലുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. എപ്സ്റ്റീൻ എന്ന വ്യക്തിക്ക് സമൂഹത്തിൻ്റെ ഉന്നത തലങ്ങളിൽ എത്രത്തോളം സ്വാധീനമുണ്ടായിരുന്നുവെന്ന് ഇത് അടിവരയിടുന്നു.